തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു കോട്ടയ്ക്കകത്ത്. ഹലോ മലയാളി പൈസ എല്ലാം ഉണ്ടായിട്ട് തന്നെ പിന്നെ വന്നിട്ട് ഒരു മൈൻഡ് പോലും ഇല്ല കേട്ടോ. ബാബു ഞാനേ കണ്ണുകടയില് ഗണ്ടുകടയിലല്ലോ. പിന്നെ ആണ്ടിക്കട അല്ല ഞാനേ മൂപ്പന്റെ അടുത്ത് വന്നതാ മലയോരത്ത്. മൂപ്പനാ? മലയോരം മൂപ്പൻ നമ്മുടെ പുതിയ കടയിലേക്ക് അമ്പും വില്ലും എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു മൂപ്പനെ കാണാൻ വന്നതാ. ആണോ? ലൊക്കേഷൻ മലയാളി ഞാനും മൂപ്പിച്ചിട്ടാ. അല്ല നീ മൂപ്പിക്കണ്ട, ഞാൻ മൂപ്പിച്ചോളാം. ഇത് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യുന്ന കാര്യം, ഇത് ഒറ്റയ്ക്ക് മൂപ്പിച്ചാൽ മതി. ഓക്കെ മലയാളി, ഓക്കെ മലയാളി നോക്കട്ടെ മലയാളി. ഹെലികോപ്റ്റർ ഉണ്ട്, ഞാൻ എല്ലാ മലയാളി നോക്കി വരാം. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ വേണ്ട ചേട്ടാ? നിങ്ങള് ലവേഴ്സാണോ? ഇനിയിപ്പോ ഒറിജിനൽ സൗണ്ടിൽ സംസാരി. മലയാളി നീ ഇത് എവിടുന്ന് വന്ന്? ഞാനാ മലയാളി, ഈ ഏരിയ തന്നെ കാണുമ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നേ. ബാബു എന്റെ കടയുടെ കാര്യങ്ങൾ എനിക്ക് ഉത്തരവാദിത്തത്തോടെ നോക്കി നടത്തണ്ടേ. ഷാമിയോടെ മലയാളി? ഇതാണോ ഷാമി? ഏത് കോട്ടിട്ട ഷാമി? മൂപ്പനെ ഞാൻ കൊണ്ടുവിട്ടല്ലേ? ഇപ്പൊ ഇവിടെ ആരെ കൂടെ മൂപ്പിക്കുന്ന മലയാളി? ഇത് കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുമായിരുന്നു. അല്ല ഇവിടെ എനിക്ക് പരിചയമുള്ള ഒരു കസ്റ്റമർ ഇറങ്ങി പോയി പോകാൻ വിളിച്ചിട്ടുണ്ട്. ആരായിരുന്നു? ഞാൻ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. സൂസൻ വന്നായിരുന്നു. അയ്യോ ഞാൻ നോക്കട്ടെ മാറി. ഒന്നോട് പഠിക്കണം മലയാളി. അവർ പോയി 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 പോയി. ഹലോ മലയാളി, എന്റെ വണ്ടി ഇവിടെ എവിടാണ്ട് പാർക്ക്. ഞാൻ വന്നപ്പോഴേ മലയാളി അവിടെ മൂപ്പന്റെ കൂടെ മൂപ്പിക്ക് പറഞ്ഞു ഷോപ്പിന്റെ ആയിട്ട്. സൂസൻ അല്ലേ ഇത്? എപ്പോ വന്നു മലയാളി? പടക്ക കെട്ടിട ഹുഡാ ഹവ. ആണോ ആണോ? കടൽ കയറി മേടിച്ചോ? ഞാൻ കണ്ടില്ല, ഞാൻ കടലിൽ ഇതിൽ തിരക്കിലായിരുന്നു. കയറി മേടിച്ചോ. മലയാളി ഞാൻ എല്ലാം കണ്ട്. എന്താ ബാബു? മലയാളി ഞാനേ കുറച്ചു നേരം ഡോറിന്റെ ഇടയിൽ കൂടെ നോയിക്കൊണ്ട് തന്നെ നിന്നത് മലയാളി. നമ്മളെ പൊട്ടനാക്കല്ലേ മലയാളി? ബാബു ഞാൻ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുമായിരുന്നു ബാബു.